ഇറാനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച സൈനിക നീക്കത്തിന് അമേരിക്കൻ സെനറ്റ് പിന്തുണ നൽകിയിരിക്കുകയാണ്. ഇതോടെ ഇറാനിലെ സൈനിക നടപടികളുമായി ട്രംപിന് മുന്നോട്ട് പോകാം. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ട് അവതരിപ്പിക്കപ്പെട്ട ഉഭയകക്ഷി പ്രമേയം സെനറ്റ് വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളിയത്. 100 അംഗങ്ങളുള്ള സെനറ്റിൽ ഡെമോക്രാറ്റ് അംഗങ്ങളാണ് പ്രമേയം കൊണ്ടുവന്നത്. ഇറാനെതിരായ ഏതു സൈനിക നടപടിക്ക് മുമ്പ് ട്രംപ് US കോൺഗ്രസിൻ്റെ അനുമതി തേടണമെന്നായിരുന്നു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 47 പേർ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ 53 പേരാണ് എതിർത്ത് ട്രംപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. സൈനിക നടപടികൾ ആരംഭിച്ച് 5 ദിവസം പിന്നിട്ടപ്പോഴാണ് സെനറ്റിൽ വിഷയമെത്തുന്നത്. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭീഷണിയാണെന്നും സൈനിക നടപടി അനിവാര്യമാണെന്നുമുള്ള ട്രംപിൻ്റെ വാദത്തെ സെനറ്റ് അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ നിയമനിർമ്മാണ സഭയുടെ പിന്തുണയോടെ ആക്രമണം ശക്തമാക്കാനാണ് വൈറ്റ് ഹൗസിൻ്റെ നീക്കം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ആക്രമണം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ ആശുപത്രികളും സ്കൂളുകളും പാർപ്പിട മേഖലകളും വ്യാപകമായി തകർക്കപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ശനിയാഴ്ച ആരംഭിച്ച ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1045 കടന്നിട്ടുണ്ട്. ഇതിനിടെ തുർക്കി വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ നാറ്റോ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടു. സംഘർഷം ആഗോള വിപണിയെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അടച്ചുപൂട്ടിയതോടെ ലോകത്തെ എണ്ണവാതക വിതരണം പൂർണ്ണമായും സ്തംഭിച്ച രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ചരക്ക് കപ്പലുകൾ ഈ മേഖല ഒഴിവാക്കിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. ഇതോടെ ചരക്കു ഗതാഗതത്തിൻ്റെ ചെലവ് കുതിച്ചുയരുമെന്ന ആശങ്കയുമുണ്ട്.